ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സീസൺ 7 തുടങ്ങുമ്പോൾ തന്നെ ഒരു 7ന്റെ പണി കണ്ടസ്റ്റൻസിന് കൊടുത്തുകൊണ്ടാണ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഒരു ഞെട്ടിക്കുന്നൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് കയറുന്നതിന് മുമ്പ് കണ്ടസ്റ്റൻസിനും അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിന് സപ്പോർട്ടേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിനും അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പറോ ഒരാൾ ഈ പറയുന്ന കണ്ടസ്റ്റൻസിന്റെ ഒപ്പം ഉണ്ടാവും. അവർക്കും ഈ പറയുന്ന കണ്ടസ്റ്റൻസിനും ഒരു ടാസ്ക് കൊടുക്കും ബിഗ് ബോസ്. ഒരു സുന്ദരിക്ക് പൊട്ടുതൊടൽ ആ ഒരു മെത്തേഡ് ഒരു ടാസ്ക് ആണ്. ആ ഒരു ടാസ്കിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന കണ്ടസ്റ്റന്റിനെ ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആക്കും, അല്ലെങ്കിൽ നോമിനേഷൻ ലിസ്റ്റിലേക്ക് ഇടും. എവിക്ഷൻ ആണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. അല്ലെങ്കിൽ ബിഗ് ബോസ് ഇത്തരത്തിലൊരു ടാസ്ക് വെക്കില്ല. അപ്പോൾ ഒരു എവിക്ഷൻ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 6 സീസണുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് ആദ്യമായിട്ടായിരിക്കും ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു സ്പോട്ട് എവിക്ഷൻ ഫസ്റ്റ് ഡേ തന്നെ സംഭവിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ബിഗ് ബോസ് അതിലൂടെ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന്. ഇതിനു മുമ്പുള്ള ഒരുപാട് ലാംഗ്വേജുകളിൽ ഇത്തരത്തിലുള്ള സ്പോട്ട് എവിക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന എവിക്റ്റായി പുറത്തേക്ക് പോയ കണ്ടസ്റ്റൻസ് ഒരു 2-3 ഡേയ്സിന് ശേഷം ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് റീ എൻട്രി കൊടുത്ത് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും സീസൺ 7ലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പോൾ എവിക്റ്റ് ആവുന്ന കണ്ടസ്റ്റന്റ് തീർച്ചയായിട്ടും റീ എൻട്രി ചെയ്തിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരും. പക്ഷേ ഇവിടെ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന കണ്ടസ്റ്റൻസിനെ ഒന്ന് പേടിപ്പിക്കണം. ഫസ്റ്റ് ഡേ തന്നെ ഈ ഒരു സീസണിന്റെ മെത്തേഡ് ഇങ്ങനെയാണ്, ഈ ഒരു സീസണിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പോക്ക് എന്നുള്ള രീതിയിൽ എല്ലാ കണ്ടസ്റ്റൻസിനെയും ഒന്ന് പേടിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് 7ന്റെ പണി ഫസ്റ്റ് ഡേ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പേര് ഈ ഒരു ന്യൂസ് അറിഞ്ഞതിന് ശേഷം ചോദിക്കുന്ന ഒരു കാര്യമാണ്, രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ട്. രേണു സുധി ആയിരിക്കുമോ ഫസ്റ്റ് ഡേ തന്നെ ബിഗ് ബോസ് എവിക്റ്റ് ചെയ്ത് വിടുന്നത്? അങ്ങനെ ആയിരിക്കും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ. നമുക്കും ഏറ്റവും കൂടുതൽ സാധ്യത രേണു സുധിക്കാണ് കാണുന്നത്. കാരണം മറ്റൊന്നുമല്ല, രേണു സുധി ഇപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ സ്പോട്ട് എവിക്ഷനിലൂടെ എവിക്റ്റ് ആയതിനു ശേഷം അതുപോലെ തന്നെ രേണു സുധി ഫസ്റ്റ് വീക്കിനുള്ളിൽ തന്നെ റീ എൻട്രി ചെയ്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് വേറെ തന്നെയാണ്. അത് 100% ഉറപ്പായിട്ടൊരു കാര്യം തന്നെയാണ്. രേണു സുധിയാണ് ഈ പറയുന്ന പുറത്തായി പോകുന്നതെങ്കിൽ രേണു സുധിയുടെ റീ എൻട്രി ഒക്കെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കും. ഇപ്പം തന്നെ രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ കയറി എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വസിക്കാത്ത ഒരുപാട് പേരുണ്ട്. അതൊക്കെ കൺഫേം ആയിട്ടുള്ള കാര്യം തന്നെയാണ്. രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ കയറി ഷൂട്ടും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. ഈ ഒരു ടാസ്കിൽ രേണു സുധിയാണ് എവിക്റ്റായി പുറത്ത് പോകുന്നതെങ്കിൽ അതൊരു കണ്ടന്റ് തീർച്ചയായിട്ടും ബിഗ് ബോസിന് കിട്ടുന്ന ഒരു പരിപാടി തന്നെയാണ്. ബിഗ് ബോസ് അത്തരത്തിലാണ് പ്ലാൻ ചെയ്തതെങ്കിൽ അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ രേണു സുധിയെ ഫസ്റ്റ് വീക്ക് തന്നെ ഈ പറയുന്ന റീ എൻട്രി ചെയ്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറ്റുകയും ചെയ്യും. അതാണ് ഇതിനകത്ത് വേറൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം ആരെയാണ് പുറത്താവാൻ പോകുന്നതെന്ന്. അല്ലെങ്കിൽ ഈ പറയുന്ന നോമിനേഷൻ ലിസ്റ്റിലേക്ക് ആ ഒരു കണ്ടസ്റ്റന്റിനെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഏറ്റവും താഴ്ന്ന സമയത്ത് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത വ്യക്തിയെ ആ ഒരാഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും. അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ടാസ്ക് ബിഗ് ബോസ് ഹൗസിൽ കയറുന്നതിന് മുമ്പ് തന്നെ കൊടുക്കേണ്ട യാതൊരു ആവശ്യകതയും കാണുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നാളെ വൈകിട്ട് 7 മണിക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 7 നമുക്ക് കാണാം. ജിയോ ഹോട്ട്സ്റ്റാറിലും ഏഷ്യാനെറ്റിലും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്തൊക്കെയാണ് പരിപാടി എന്ന്. നമുക്ക് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്